യു.ഡി.എഫ് സർക്കാർ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മുന്നിൽ വെച്ച ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യ യാത്ര നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുമെന്നാണ്. അങ്ങനെ ആ വാക്കും കേട്ട് ജനങ്ങൾ വോട്ട് ചെയ്തു. അങ്ങനെ യു.ഡി.എഫ് വിജയിച്ചു. ഒരു പുതിയ സർക്കാർ വന്നു. അങ്ങനെ ജൂലൈ 15-നാണ് പ്രിയദർശിനിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. അങ്ങനെ അതിനെ പ്രിയദർശിനി എന്നൊരു പുതിയ നാമകരണം വി.ഡി. സതീശൻ സർക്കാർ അതിന് നൽകി. അങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ മാസമൊക്കെ കെ.എസ്.ആർ.ടി.സിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് 700 കോടിയൊക്കെ സതീശൻ സർക്കാർ നൽകി. പക്ഷേ അത് എല്ലാ മാസവും അങ്ങനെ നൽകുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് നമ്മുടെ ധനകാര്യ വകുപ്പിന് അറിയാം. കാരണം ധനകാര്യ വകുപ്പിൽ കുറച്ചെങ്കിലും ബുദ്ധിയും ബോധവുമുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ ധനകാര്യ വകുപ്പിലും ഉണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെയും നമ്മുടെ മന്ത്രിമാരെയും പോലെയല്ല. അവർ ധനകാര്യ വകുപ്പിൽ ഉള്ളവർക്ക് കൃത്യമായിട്ട് തന്നെ എല്ലാ സ്റ്റാറ്റിക് കണക്കുകളും അവർക്കറിയാം. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഒരു മാസമെങ്കിലും ഓട്ടിച്ചുകൊണ്ട് പോകുന്നത്, ഓരോ വകുപ്പുകൾ എങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടുപോകണം, അതിനൊക്കെ എത്ര രൂപ ഫണ്ട് വേണമെന്നൊക്കെ നല്ല പോലെ അറിയാം. അപ്പോൾ ഈ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ബാക്കി എല്ലാം മന്ത്രിമാരുടെ ഇഷ്ടമാണ്. അങ്ങനെ ആദ്യത്തെ മാസമൊക്കെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നൊക്കെ എടുത്തു കൊടുത്തു. കുറേ കടമൊക്കെ 10,000 കോടിയുടെ കടമൊക്കെ RBI നിന്ന് വാങ്ങിച്ചു. അതിൽ പകുതി എടുത്ത് കെ.എസ്.ആർ.ടി.സിക്ക് കൊടുത്തു. പക്ഷെ ഇത് എല്ലാ മാസവും നടക്കില്ല എന്നുള്ളത് ഇപ്പോൾ CP ജോണിന് മനസ്സിലായി എന്ന് തോന്നുന്നു. കൂടാതെ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം എനിക്കൊന്നും ഈ മാസം ഇപ്പോൾ 4-ാം തീയതിയായി കെ.എസ്.ആർ.ടി.സിയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കണം. അപ്പോൾ കെ.എസ്.ആർ.ടി.സിയിലെ ഖജനാവിലേക്ക് ഗതാഗത മന്ത്രി CP ജോൺ കൈയിട്ട് നോക്കിക്കാണും. 1-ാം തീയതിയൊക്കെ നോക്കിക്കാണും. അത് ഇങ്ങനെ നോക്കിയതായിരിക്കും. എല്ലാം കൂടെ ആയിട്ട് കഴിഞ്ഞ മാസവും കിട്ടിയ പൈസയും ഈ മാസമൊക്കെ ഓടിക്കൂടി കിട്ടിയ പൈസയൊക്കെ വെച്ചിട്ട് ഏകദേശം ഈ മാസം തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റും. എന്നുവെച്ചാൽ പുതിയ ബസ്സൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, സ്പെയർ പാർട്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാം. ഇന്നലെയൊക്കെ തന്നെ ഒരു കെ.എസ്.ആർ.ടി.സി ബസ് വഴി കിടക്കുന്നത് കണ്ടു, ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ ബ്രേക്ക് ഡൗൺ നോട്ട്. അങ്ങനെ പലയിടത്തും ഒക്കെ ബസ്സുകൾ ബ്രേക്ക് ഡൗൺ നോട്ട് വഴി കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ യാത്രക്കാർ എന്ത് വിശ്വസിച്ചാണ് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കയറുക എന്നുള്ളത് അറിയില്ല. ഒരു ദിവസം കഴിഞ്ഞ ആഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നോക്കിയപ്പോൾ പട്ടം പ്ലാമൂട് ജംഗ്ഷനിൽ 2-3 പേരും ഒരു കണ്ടക്ടറും കൂടെ ഇന്ന് കെ.എസ്.ആർ.ടി.സി ബസ് തള്ളുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആയി, തള്ളിയാൽ മാത്രമേ അനങ്ങുള്ളൂ എന്ന്. പിന്നെ ഞാനും കൂടെ ഇറങ്ങി ബസ്സൊന്ന് തള്ളിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. എന്ത് പരിതാപകരം എന്ന് നോക്കണം. കാരണം ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്യുന്നത്, ആ ആനവണ്ടിയും കൂടെ തള്ളേണ്ട ഒരു ഗതികേട് വരികയാണ്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ മാസം, ഇനി അടുത്ത മാസം എന്തായാലും കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് ഖജനാവിൽ നിന്ന് എടുത്ത് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം എത്തിയിട്ടുണ്ട് എന്ന് CP ജോണിനെ മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കണം CP ജോൺ ഇന്ന് സ്ത്രീകളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. അതായത് CP ജോൺ എന്താണ് പറഞ്ഞത്? മക്കളെ സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നവർ പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളിക്കയറുന്നുവെന്ന ഒരു വിവാദ പരാമർശമാണ് ഇന്ന് രാവിലെ ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയത്. അതിനെതിരെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതിഷേധം ഇങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല. ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് സർക്കാർ ആശുപത്രിയുടെ വരാന്തയിലേക്ക് കിടക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നാണ് മന്ത്രി CP ജോൺ പറയുന്നത്. പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നു. ഫീസ് ഇല്ലാത്ത സ്വകാര്യ സ്കൂളിൽ പോലും മക്കളെ വിടില്ല. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളിക്കയറും. പാവപ്പെട്ടവരായി അവർ അഭിനയിക്കുന്നു എന്നൊക്കെയാണെന്ന് CP ജോൺ പറഞ്ഞത്. അല്ലെങ്കിൽ പരമദരിദ്രനായി അഭിനയിക്കുന്നു. ഈ ഒരു പരാമർശം നടത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വിമർശനം CP ജോണിന് നേരെ ഉണ്ട് എന്നതാണ്. ഒരു മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യമായി നൽകുമ്പോൾ, ഇത് നിങ്ങൾ മന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ സർക്കാർ ജനങ്ങൾക്ക് സൗജന്യമായി നൽകുകയാണ്, നിങ്ങളത് കൈപ്പറ്റണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ കൈപ്പറ്റും. ഇത് ഒരു പ്രഖ്യാപനം, സൗജന്യമായി എന്തെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ കുറച്ച് തലയ്ക്ക് വെളിവുള്ളവരെ കൊണ്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒന്ന് പഠിക്കണം. അല്ലെങ്കിൽ ഒരു പണിയുമില്ലാത്ത കുറേ എണ്ണത്തിനെ പിടിച്ചിട്ട് ഒരു കമ്മീഷനെ വെച്ചിട്ട് കുറേ പൈസ ഖജനാവിൽ നിന്ന് കുറേ പൈസ എടുത്ത് വേണ്ടാത്ത കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കുറേ കമ്മീഷൻ എടുത്ത് വെക്കുമല്ലോ. അതുപോലെ ഇതും ഒരു കമ്മീഷൻ വെച്ച് പഠിക്കണമായിരുന്നു, നല്ല കമ്മീഷനെ വെച്ച് പഠിക്കണമായിരുന്നു. കാരണം സ്വാഭാവികമായി ഈ നഗരത്തിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകളിൽ സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര നൽകിയാൽ ഒരു പരിധിവരെ അത് കെ.എസ്.ആർ.ടി.സിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ എന്താണ്, തമ്പാനൂരിൽ നിന്നും 40 രൂപ അല്ലെങ്കിൽ 45 രൂപയൊക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നെടുമങ്ങാട്, പാലോട്, പൊന്മുടി ഒക്കെ പോകുന്നവർക്കൊക്കെ സൗജന്യമായിട്ടാണ് യാത്ര നൽകുന്നത്. അപ്പോൾ തമ്പാനൂരിൽ നിന്ന് പൊന്മുടിയിലോട്ട് പോയി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ എത്ര രൂപയാണ് കെ.എസ്.ആർ.ടി.സിക്ക് നഷ്ടമാകുന്നത്? കൂടാതെ ഇന്ധനവും കൂടെ അടിച്ചിട്ടാണ് ഓടുന്നത്. അല്ലാതെ
കാറ്റനുസരിച്ച് ഓടുന്ന ഒരു പായ്ക്കപ്പലല്ല KSRTC എന്ന കാര്യം കൂടി മന്ത്രി ആലോചിക്കണമായിരുന്നു. ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ശരിയാണ്, അതിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ വേണം ഒരു പദ്ധതി കൊണ്ടുവരേണ്ടത്. കൂടാതെ നമ്മുടെ KSRTCയുടെ അവസ്ഥയും കൂടെ നമ്മൾ നോക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ KSRTC വളരെ ഒരു മികച്ച രീതിയിൽ ഒരു വരുമാനമൊക്കെ ആയിട്ട് നല്ല ശക്തമായി നിൽക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ശരി, സൗജന്യ യാത്ര നൽകുന്നതിൽ ആർക്കും ഒരു തെറ്റുമില്ല. പക്ഷേ KSRTCയുടെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. കാരണം മറ്റ് ജില്ലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, കോഴിക്കോട് KSRTC ടെർമിനൽ അത് ഏത് സമയം വേണമെങ്കിലും ഇടിഞ്ഞു വീഴുന്ന് നിലപൊത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്, എത്തി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജില്ലയിലുള്ള കേരളത്തിലെ മിക്ക ജില്ലകളിലെയും KSRTC ടെർമിനൽ അടക്കം ഒന്ന് അറ്റകുറ്റപ്പണി ചെയ്തൊന്ന് പുതുക്കിയെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല പൈസകൾ ആവശ്യമുണ്ട്. അപ്പോഴാണ് ഈ സൗജന്യ യാത്ര. പക്ഷേ ശരി, സൗജന്യ യാത്ര വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവർക്ക്, അതിദാരിദ്ര്യരായിട്ടുള്ളവർക്ക് സൗജന്യ യാത്ര വെച്ചാൽ അതിനൊരു മികച്ച തീരുമാനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, സർക്കാർ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, കേന്ദ്ര സർക്കാർ ജീവനക്കാരായിട്ടുള്ള സ്ത്രീകൾ, IT മേഖലയിലടക്കം ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അവർക്കൊക്കെ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഡാറ്റ കമ്പനികൾ തന്നെ നൽകുന്നുണ്ട്, സർക്കാർ തന്നെ നൽകുന്നുണ്ട്.